ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ വീട്ടിൽ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുവാണേ. ഇത് താഴേക്കുള്ള സ്റ്റെപ്പാണ്. ഇത് ക്ലോസ് ചെയ്ത് ഡോർ ഇടാനുള്ള പണികളാണ് നടക്കുന്നത്. ഞങ്ങളിത് നില ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഡോറൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് സെപ്പറേറ്റ് ചെയ്യുന്നത്. പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ആദ്യം ഞങ്ങൾ ഇത് മേളിലത്തെ നിലയാണ്. ഇവിടെയാണ് ഞങ്ങൾ ആദ്യം താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ താഴേക്ക് ഷിഫ്റ്റായിട്ട് ഇതാണ് റെൻറ്റിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു 3 വർഷമായിട്ടുണ്ട് ഞങ്ങളിത് പെയിൻ്റൊക്കെ അടിച്ചിട്ട് വന്ന് ഇവിടെ താമസമായിട്ട്. ഇപ്പോൾ കുറച്ചും കൂടെ താഴെയാണ് കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഒരു റൂമിലാക്കിയിട്ടാണ് ഈ പണികളൊക്കെ നടക്കുന്നത് കേട്ടോ. താഴേക്ക് നമുക്കിപ്പോൾ സാധനങ്ങളൊന്നും ഇറക്കിടാൻ പറ്റത്തില്ല. അവിടെ പെയിൻറ്റിങ്ങിൻ്റെ പണിയൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ റൂമിലാക്കിയിട്ടുള്ളത്. ഇവിടെയും ഇച്ചിരി പെയിൻറ്റിങ് പണികളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഉപയോഗിച്ചതുകൊണ്ട് ഇതുപോലെയൊക്കെ സ്വിച്ചിൻ്റെ ഭാഗത്തൊക്കെ ഇച്ചിരി അഴുക്കൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് താഴത്തെ നില. മേളിൽ 2 ബെഡ്റൂമേ ഉള്ളൂ. ഒരു ഡൈനിങ് ഹാൾ ഉണ്ടാവും. ഇവിടെ ആണെങ്കിൽ 3 ബെഡ്റൂമാണ് ഉള്ളത്. മേളത്തെ ഡൈനിങ് ഹാൾ വരുന്ന ഭാഗത്താണ് ഇവിടെ താഴെ ബെഡ്റൂം വരുന്നത്. ഏകദേശം ഒരുപോലെ തന്നെയാണ്, ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് വീട് വെച്ചിട്ട് തന്നെ ഒരു 10-15 വർഷം കൂടുതലായി. അന്നത്തെ മോഡലിലൊക്കെ വെച്ചതാണ്. നമ്മളങ്ങനെ കബോർഡോ കാര്യങ്ങളൊന്നും അന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ താമസം ഇവിടെ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിത് താഴത്തെ നല്ല മെയിൻ്റനൻസ് ചെയ്തിട്ട് തന്നെ കുറച്ചധികം വർഷങ്ങളായിട്ടുണ്ട്. ഞാനൊരു മേളിൽ നല്ല വൈറ്റ് കളറായിരുന്നു ഞാൻ മുന്നേ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ചെറിയൊരു വൈറ്റ് അല്ല, ചെറിയൊരു ഹാഫ് വൈറ്റിൻ്റെ കളറാണ് ഇത് കാണുന്നത്. നേരത്തെ ഒരു വൈറ്റായിട്ടൊക്കെ തോന്നിക്കും. എനിക്കിങ്ങനെ അധികം കളർ അടിക്കുന്നത് അധികം ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഈ വൈറ്റിനോട് ഇത്ര ഒരു താല്പര്യം. ആദ്യം ഇവിടെ ഒരു റോസ് കളറായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത് പെയിൻറ്റ്. അത് മാറ്റി വൈറ്റ് ആകാൻ തന്നെ 2-3 കോട്ടിങ്ങൊക്കെ വേണ്ടി വന്നു. നമ്മൾ അടുക്കളയിൽ തന്നെ പ്രത്യേകിച്ച് കബോർഡോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി നമ്മൾ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കണം. ഇതൊരു പൂജാമുറിയാണേ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വീടിൻ്റെ അവസ്ഥ. ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം.